ജപ്പാനിലെ ഒസാക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള തെന്നോജി സൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് സൂ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. ലാസ്റ്റ് എൻട്രി വൈകിട്ട് 4 മണിക്കാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും അതുപോലെ തന്നെ ചില ന്യൂ ഇയർ പോലത്തുള്ള ദിവസങ്ങളിലൊക്കെ സൂ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഗൂഗിളിൽ നോക്കിയിട്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ പോകാൻ പാടുള്ളൂ. ഒരാൾക്ക് 500 yen ആണ് എൻട്രൻസ് ഫീസ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 285 രൂപേൻ്റെ അടുത്ത് വരും. ചെറിയ കുട്ടികൾക്കും ഒസാക്ക സിറ്റിയിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും ഫീസ് ഇല്ല. ഫ്രീ ആയിട്ട് അവർക്ക് കയറാൻ പറ്റും. പിന്നെ ആനുവൽ പ്ലാനും അങ്ങനെ കുറേ ടിക്കറ്റ് പ്ലാൻസും ഒക്കെ വേറെ ഉണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ 200 yen ആണ് എൻട്രൻസ് ഫീസ് വരുന്നത്. അത്യാവശ്യം വലിയ സൂ ആണ്, ഒരുപാട് കാണാനുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റെസ്റ്റോറൻറ്റും വാഷ്റൂമും വെൻഡിങ് മെഷീൻസും നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള ഐറ്റംസും അതുപോലെ തന്നെ ഫീഡിംഗ് റൂമും ഡയപ്പർ ചേഞ്ചിങ് റൂമും റെന്റിനെടുക്കാൻ പറ്റുന്ന സ്ട്രോളറും അങ്ങനെ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിംഹത്തിനെയാണ്. ഒരു സിംഹത്തെ ജിറാഫിനെ നോക്കി അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റും ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. പല പൊസിഷനിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിംഹം കൂടിനകത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റും. അങ്ങനെ ഏത് പൊസിഷനിൽ നിന്നാലും കാണാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടെയുള്ള എല്ലാ സൂവിൻ്റെ അറേഞ്ച്മെൻറ്റ്സും. 2024 ജനുവരി ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ പോയത്. ഇവിടെയൊക്കെ ബേർഡ്സിന് ഫ്ലൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബേർഡ്സിനെ ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു.やすくんこっちの方がいいかもベビーカー。初めてじゃない？初めて。めっちゃかっこよかった。いやあんまりね。甘えん坊なんじゃない？വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു പോളാർ ബിയർ ആണ് തെന്നോജി സൂവിലുള്ളത്. നമ്മളെപ്പോൾ പോയി കഴിഞ്ഞാലും വെള്ളത്തിൽ കളിക്കുന്ന കാണാൻ പറ്റും. ഇന്ന് അധിക നേരം കളിക്കുന്നൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിക്കുന്ന കണ്ടുള്ളൂ. പിന്നെ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ബാക്കിയും കൂടെ കണ്ടു തീർക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല.
പാമ്പിന്റെ കഴുത്തുള്ള കടലാമേനെയാണ് ഈ കാണുന്നത്. ഇതിനെ സ്നേക്ക് നെക്ഡ് ടർട്ടിൽ എന്നും പറയും, അതുപോലെ തന്നെ സൈഡ് നെക്ഡ് ടർട്ടിൽ എന്നും പറയും. കാരണം സാധാരണ ആമ ഇതിന്റെ തല ഉള്ളിലോട്ട് ഡയറക്റ്റ് വലിക്കുകയല്ലേ ചെയ്യുക. ഇതിനങ്ങനെ വലിക്കാൻ പറ്റില്ല, സൈഡിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരുള്ളത്. കഴുത്തിന്റെ അവിടെ നിന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പാമ്പാന്നേ തോന്നുള്ളൂ കേട്ടോ. താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആമേനെ പോലെ ഇരിക്കും. വലിയ സൂ ആയതുകൊണ്ട് തന്നെ ഓരോ അനിമൽസും എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഇംഗ്ലീഷിലും പല ലാംഗ്വേജസിലുള്ള മാപ്പ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിലുള്ള എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓരോന്നും എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓരോ അനിമൽസിനും ഫീഡിങ് ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബാക്കി അനിമൽസിൻ്റെയൊക്കെ ഫീഡിങ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിറാഫിൻ്റെ ഫീഡിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അവിടുത്തെ സ്റ്റാഫ് ജിറാഫിന് കയ്യിൽ വെച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതേ ആ കൊട്ടയ്ക്കകത്ത് ഫുഡ് ഇട്ടിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടോ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിറാഫ് അതിനകത്ത് നിന്നും എടുത്ത് കഴിക്കുന്നുണ്ട്. കാണുന്നത് റെഡ് പാണ്ടയാണ്. ലെസർ പാണ്ട എന്ന് ഇതിന് പറയും. പൂച്ചേനേക്കാളും കുറച്ചും കൂടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ. ഏകദേശം 15 കിലോ വരെയാണ് മാക്സിമം ഈ റെഡ് പാണ്ട വരുന്നത്. നമുക്ക് പാണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുമ്പോൾ വൈറ്റും ബ്ലാക്കും കളറുള്ള ഉരുണ്ട പാണ്ടയില്ലേ, അതിന് ജെയിന്റ് പാണ്ട എന്നാ പറയുന്നത്. അത് കരടീന്റെ ഫാമിലിയിൽ വരുന്നതാണ്. ഈ റെഡ് പാണ്ട ആദ്യം കരടീന്റെ ഫാമിലിയിലാന്നൊക്കെ വെച്ച് കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കരടീന്റെ ഫാമിലി അല്ലാന്ന്. അങ്ങനെ ഈ റെഡ് പാണ്ടേനെ എലിരുഡേ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫാമിലി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ഫാമിലിയിൽ വേറെ ഒരു ജീവികളും ഇല്ല, ഈ റെഡ് പാണ്ട മാത്രമാണ് ഉള്ളത്. റൈനോസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. കാണുന്നത് ഹിപ്പോപ്പൊട്ടാമസിന്റെ സ്കള്ളാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പറ്റിയില്ല, അപ്പുറത്തെ സൈഡായിരുന്നു. കുറേ കണ്ടു തീർക്കാനുള്ളത് കൊണ്ട് നമ്മളത് പിന്നെ ചുറ്റി നടന്ന് കാണാനൊന്നും നിന്നില്ല, പെട്ടെന്ന് കണ്ടിട്ട് പോവാണ് ചെയ്തത്.
ജപ്പാനിലെ മിക്ക സൂലും ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കും. നമുക്ക് തൊടാനൊക്കെ പറ്റുന്ന അനിമൽസിനെ ആയിരിക്കും അതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇതിനകത്ത് ആടും അതുപോലെ തന്നെ മുയലും എലിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ തന്നെ നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. എല്ലാ കുട്ടികളും ഇതിനകത്ത് ടച്ച് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാണാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ക്ലോസ് ചെയ്ത് എല്ലാത്തിനെയും കൂട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെ ടച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. ട്രോളറും കുട്ടികളെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെന്റിന് എടുക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത്. കുറേ ദൂരം ഉണ്ടായതുകൊണ്ട് കുട്ടികളൊക്കെ ക്ഷീണിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ലഗേജും സാധനമൊക്കെ അതിനകത്ത് വെച്ച് കൊണ്ടുപോകാം. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു മ്യൂസിയം പോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്തുള്ള കുറേ അനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലാന്നേ തോന്നുള്ളൂ.